ബാണാസുരൻ ചെറുപ്പത്തിൽ തന്നെ വളരെ ശക്തനായിരുന്നു. എന്നാൽ തനിക്കുള്ളതിനേക്കാൾ കൂടുതൽ ശക്തി നേടാൻ അയാൾ ആഗ്രഹിച്ചു. ആരും തോൽപ്പിക്കാത്ത ഒരു യോദ്ധാവാകണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഇതിനുവേണ്ടി ബാണാസുരൻ ഭഗവാൻ ശിവനെ വർഷങ്ങളോളം കഠിനമായി തപസ് ചെയ്തു. ബാണാസുരന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ ശിവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ബാണാസുരൻ തനിക്ക് ആരെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന 1000 കൈകളും ഒപ്പം ഒരു യുദ്ധത്തിലും തോൽക്കാത്ത അതിശക്തമായ ഒരു സൈന്യത്തെയും നൽകണമെന്നും കൂടാതെ തനിക്ക് ഒരു ആവശ്യം വന്നാൽ മഹാദേവൻ തന്നെ സഹായത്തിനായി എത്തണമെന്നും ബാണാസുരൻ ഭഗവാനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഭഗവാൻ ശിവൻ ആ വരം അദ്ദേഹത്തിന് നൽകി. ഭാഗവത പുരാണത്തിലും ഹരിവംശ പുരാണത്തിലും ഈ കഥ വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ ശ്രീകൃഷ്ണന്റെ കൊച്ചുമകനായ അനിരുദ്ധനും ബാണാസുരന്റെ മകളായ ഉഷയും പരസ്പരം പ്രണയത്തിലായി. എന്നാൽ ശ്രീകൃഷ്ണനോടുള്ള ശത്രുത കാരണം ബാണാസുരൻ ഈ ബന്ധത്തെ എതിർത്തു. അങ്ങനെ ഒരു ദിവസം അനിരുദ്ധൻ ഉഷയെ കാണാൻ ശോണിതപുരത്തേക്ക് പോയി. ഇത് മനസ്സിലാക്കിയ ബാണാസുരൻ തന്റെ മായ ശക്തി ഉപയോഗിച്ച് അനിരുദ്ധനെ തടവിലാക്കി. ശ്രീകൃഷ്ണൻ ഈ വിവരം അറിഞ്ഞപ്പോൾ വളരെ കോപാകുലനായി ശോണിതപുരത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ബലരാമനും പ്രദ്യുമ്നും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് അവിടെ എത്തി. ശ്രീകൃഷ്ണനുമായി യുദ്ധം വരുന്നുണ്ടെന്നും തന്നെ സഹായിക്കണമെന്നും ബാണാസുരൻ മഹാദേവനോട് സഹായം അഭ്യർത്ഥിച്ചു. തുടർന്ന് ശ്രീകൃഷ്ണനും ബാണാസുരനും യുദ്ധം ആരംഭിച്ചു. ഭഗവാൻ ശിവൻ തന്റെ പല ഭൂതഗണങ്ങളെയും പ്രേതഗണങ്ങളെയും ശ്രീകൃഷ്ണനെ പിടികൂടാൻ അയച്ചു. പക്ഷേ ശ്രീകൃഷ്ണൻ തന്റെ അമ്പുകളാൽ അവരെയെല്ലാം തുരത്തി ഓടിച്ചു. പിന്നീട് ഭഗവാൻ ശിവൻ തന്റെ ജ്വരം ശ്രീകൃഷ്ണനും സൈന്യത്തിനും നേർക്കയച്ചു. പ്രദ്യുമ്ൻ അതിനെ നേരിടാൻ ശ്രമിച്ചെങ്കിലും ആ ജ്വരം അവന്റെ എല്ലാ ആയുധങ്ങളെയും നശിപ്പിച്ച് ശരീരത്തിൽ പ്രവേശിച്ചു. അതുമൂലം പ്രദ്യുമ്ൻ ദുർബലനായി അവിടെ വീണു. ആ ജ്വരം പിന്നീട് ബലരാമന്റെ നേർക്ക് തിരിഞ്ഞു. അദ്ദേഹത്തിനും ഇതേ അവസ്ഥയായിരുന്നു. പിന്നീട് ആ ജ്വരം ശ്രീകൃഷ്ണന്റെ ശരീരത്തിലും പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ അവയവങ്ങളെ ദുർബലപ്പെടുത്താൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ തന്റെ നാരായണ ജ്വരത്തെ ആഹ്വാനം ചെയ്ത് ശിവജ്വരത്തിന്റെ ശക്തി കുറച്ചു. ആ നിമിഷം ശിവജ്വരം അപ്രത്യക്ഷമാവുകയും ചെയ്തു. പെട്ടെന്ന് സാക്ഷാൽ ഭഗവാൻ ശിവൻ നന്ദിയുടെ പുറത്തു കയറി ഉഗ്രരൂപത്തിൽ യുദ്ധഭൂമിയിലെത്തി. ഈ കഥയുടെ ബാക്കി ഭാഗം ഞാൻ വൈകിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഹർ ഹർ മഹാദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ.